ഈ വാർത്താപ്പകലിനെ നടുക്കിയ മറ്റൊരു വാർത്തയായിരുന്നു തിരുവനന്തപുരത്ത് 9 വയസ്സുകാരി ക്രൂരമായ പീഡനത്തിനിരയായ വാർത്ത. രണ്ടാനച്ഛനും അപ്പൂപ്പന്റെ സുഹൃത്തുമാണ് പിടിയിലായത്. 2 വർഷത്തോളമാണ് രണ്ടാനച്ഛൻ കുട്ടിയെ പീഡിപ്പിച്ചത്. കുട്ടിയുടെ അമ്മ വിദേശത്താണ്. കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നതോടെ ടീച്ചർ അമ്മയെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് വിവരങ്ങൾ പുറത്തു വന്നത്. അഷിൻ ഡിയാഗോ നൽകും കൂടുതൽ വിവരങ്ങൾ. അഷിൻ ഡിയാഗോ, മറ്റൊരു ക്രൂരമായ പീഡനത്തിന്റെ കഥയാണ് ഇപ്പോൾ ചുരുളഴിയുന്നത്. എങ്ങനെയായിരുന്നു ഈ സംഭവങ്ങളുടെ തുടർച്ച? അമ്മ അറിഞ്ഞതിന് ശേഷമാണോ ഈ പീഡനത്തിന്റെ വിവരം പുറം ലോകം അറിഞ്ഞത്? അരുൺ, തിരുവനന്തപുരം പോത്തൻകോടാണ് 9 വയസ്സുകാരിയെ രണ്ടാനച്ഛനും അപ്പൂപ്പന്റെ സുഹൃത്തും പീഡിപ്പിച്ചത്. കുണ്ടൻകാവ് സ്വദേശിയായ രണ്ടാനച്ഛൻ കുട്ടിയെ 2 വർഷത്തോളമാണ് പീഡിപ്പിച്ചത്. കുട്ടിയുടെ അമ്മ 1 മാസം മുമ്പ് വിദേശത്ത് ജോലിക്കായി പോയിരുന്നു. പിന്നീട് പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങളുണ്ടായി. ഇത് ശ്രദ്ധയിൽപ്പെട്ട സ്കൂളിലെ അധ്യാപിക അമ്മയെ വിളിച്ച് വിവരമറിയിച്ചു. തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തിയ അമ്മ പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത്. രണ്ടാനച്ഛൻ നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിച്ചതായി കൗൺസിലിംഗിനിടെ കുട്ടി വെളിപ്പെടുത്തി. മാത്രമല്ല, ഇത് പുറത്തു പറഞ്ഞാൽ അമ്മയെ കൊല്ലുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുട്ടി പറഞ്ഞു. മറ്റൊന്ന്, ഈ അപ്പൂപ്പന്റെ സുഹൃത്ത് ഒരു ദിവസം വീട്ടിലെത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായും പെൺകുട്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. KSRTCയിലെ താൽക്കാലിക ഡ്രൈവറാണ് 55-കാരനായ ഇയാൾ. നേരത്തെ സ്കൂൾ കുട്ടിയെ മർദ്ദിച്ച കേസിലെ പ്രതിയാണ് രണ്ടാനച്ഛൻ. 2 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു അഷിൻ ഡിയാഗോ.